എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ആരംഭിച്ചു. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുക വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ആരംഭിച്ചു. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപേക്ഷ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ ഈ ജൂൺ മാസം 28 ഇന്ന് രാവിലെ 9 മണി മുതൽ അപേക്ഷ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപേക്ഷ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷ വെബ്സൈറ്റിൽ രാത്രിയോടെ തന്നെ പുലർച്ചയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂൺ 30 വൈകിട്ട് 5 മണി വരെ, ജൂൺ 30 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാമെന്നുള്ള വിവരം ഓർത്തിരിക്കേണ്ടതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം? മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് സമർപ്പിച്ചിട്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ, മൂന്ന് കൂട്ടർ വിദ്യാർത്ഥികൾക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കൂട്ടരാണ് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റിനായും അപേക്ഷ നൽകി, പക്ഷേ എന്ത് ചെയ്തില്ല, അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അതായത് നിങ്ങൾ നേരത്തെ അപേക്ഷ നൽകിയിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് കിട്ടിയില്ല, തേർഡ് അലോട്ട്മെൻറ്റ് വന്ന് കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകാം. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ വന്ന എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് കാരണം, നിങ്ങളുടെ അപേക്ഷയിലെ മിസ്റ്റേക്കുകൾ കാരണം അഡ്മിഷൻ നിരാകരിക്കപ്പെട്ടു പോയി, പ്രവേശനം ലഭിച്ചിട്ടും അഡ്മിഷൻ നിരാകരിക്കപ്പെട്ടു പോയി, നിങ്ങൾക്കിപ്പോൾ പ്രവേശനം ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ അപേക്ഷയിലെ എന്തെങ്കിലും തെറ്റ് കാരണം സ്കൂളുകളിൽ പ്രവേശനത്തിനായിട്ട് ചെന്നപ്പോൾ അവിടുന്ന് അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സീറ്റ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. അങ്ങനെ അപേക്ഷയിൽ തെറ്റ് കാരണം പ്രവേശനം നേടിയിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവരുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ ചിലരുടെ അപേക്ഷ തെറ്റ് കാരണം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഇവിടെ തെറ്റുകൂട്ടെന്ന് പറയുമ്പോൾ 2 കൂട്ടരുണ്ട്. ഒന്ന്, പ്രവേശനം ലഭിച്ച ശേഷമാണ് അപേക്ഷയിൽ തെറ്റ് കണ്ടെത്തുന്നത്, അങ്ങനെ സീറ്റ് റദ്ദ് ചെയ്യും. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അലോട്ട്മെൻറ്റ് പരിഗണിക്കുകയില്ല, അതിനു മുമ്പേ നമ്മുടെ തെറ്റ് കണ്ടെത്തും. ഇനി അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്ക്, ഇപ്പോൾ SLC പരീക്ഷയൊക്കെ എഴുതിയത് കാരണം അപേക്ഷിക്കാൻ പറ്റാതെ പോയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ മറ്റേതെങ്കിലും കോഴ്സിന് പോയിട്ട് ഈ വർഷം +1 വരുന്നവരുണ്ട്. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ അപേക്ഷിക്കാൻ വിട്ടുപോയി. ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും എന്തുണ്ട്, ഇതിനായിട്ട് അപേക്ഷിക്കാം. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാൻ അവസരമുണ്ട്. 3 കൂട്ടർ അപേക്ഷകരെയാണ് ഇതിൽ പരിഗണിക്കുന്നത്. ഒന്ന്, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികളും, അപേക്ഷയിലെ തെറ്റ് കാരണം പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവരും, അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയ വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, അത് പറഞ്ഞ SLC പരീക്ഷയൊക്കെ എഴുതിയ വിദ്യാർത്ഥികൾ കാരണം SLC ഫെയിൽ ആയത് കാരണം അപേക്ഷിക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പം പരീക്ഷ റിസൾട്ടൊക്കെ വന്ന് അവർക്കും അപേക്ഷിക്കാം എന്നാണ്. എങ്ങനെ അപേക്ഷിക്കാം? hscap.kerala.gov.in hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നവർ അപേക്ഷ മാത്രം മതി. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും സെക്കൻഡ് അലോട്ട്മെൻറ്റിനും തേർഡ് അലോട്ട്മെൻറ്റിനും വേണ്ടി നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചു. അത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 3 അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്തു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിഗണിച്ചു. പക്ഷേ നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റില്ലെങ്കിൽ, നിങ്ങളുടെ അപേക്ഷയിൽ
ഒരു തെറ്റ് പോലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ അപേക്ഷ എഡിറ്റ് ചെയ്ത് പുതുക്കണം. നിങ്ങളുടെ അപേക്ഷ റിന്യൂ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുള്ളൂ. പല വിദ്യാർത്ഥികളും പറയും എൻ്റെ അപേക്ഷ തെറ്റില്ലല്ലോ, പിന്നെ ഞാനെന്തിനാണ് പുതുക്കി നൽകുന്നത്? പുതുക്കി നൽകണം. നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ അപേക്ഷ പുതുക്കി നൽകിയാൽ മാത്രമേ അലോട്ട്മെൻറ്റായി പരിഗണിക്കുള്ളൂ. എന്തായാലും ജൂൺ മാസം 28 ഇന്നു മുതൽ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് വാട്ടെവർ നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, വാട്ടെവർ. അപ്പോൾ ജൂൺ 30 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രിസ്, ഫോർ ദ കരിയർ ആൻഡ് ഫോർ വാച്ചിങ്. ബൈ.